ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അയയ്ക്കുക. ഒരു കാരണവശാലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. ദോഷപരിഹാരങ്ങൾക്കും ജീവിത ലക്ഷ്യം കാണുന്നതിനായും യന്ത്രധാരണം അനിവാര്യമാണ്. ജാതക പരിശോധന നടത്തി നിങ്ങൾക്ക് ആവശ്യമുള്ള യന്ത്രം ഏതെന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായും നിങ്ങൾക്കത് നൽകുന്നതാണ്. ജീവിത വിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശന യന്ത്രവും, വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വിജയത്തിനും പരീക്ഷാ വിജയത്തിനുമായി വിദ്യാലക്ഷ്മി യന്ത്രവും, വിവാഹം നടക്കുന്നതിനായി സ്വയംവര യന്ത്രവും, ദാമ്പത്യ വിജയത്തിനായി ബാണേശിയും, ശത്രുദോഷ നിവാരണത്തിനായി ബഹുളാമുഖിയും ധരിക്കുക. കാളസർപ്പയോഗം അടിമുടി മാറ്റുന്നതിനായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ പൂർണ്ണമായും ഇവിടെ ലഭ്യമാണ്. കാളസർപ്പയോഗം മാറ്റുന്നതിലൂടെ ജീവിതത്തിലെ സർവ്വ സൗഭാഗ്യങ്ങളും വരിക തന്നെ ചെയ്യും. ഒരു കാര്യം പ്രത്യേകം അറിയിക്കുന്നു, താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക. നമസ്കാരം, സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജംബുവലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വിഘ്നേശ്വരായ, ഓം മഹേശ്വരായ, ഓം കാളികാളിദേവി അമ്മേ ഭഗവതിയെ നമോ നമഃ. ഓം പാർവദേവി അമ്മേ ഭഗവതിയെ നമോ നമഃ. ഓം അയ്യപ്പസ്വാമിയെ നമോ നമഃ. ഓം സുബ്രഹ്മണ്യസ്വാമിയെ നമോ നമഃ. ഓം പാർവതി അമ്മേ ഭഗവതിയെ നമോ നമഃ. നമസ്കാരം, ഒരിക്കൽ കൂടി സ്വാഗതം. 2026 പലതുകൊണ്ടും അനുഭവവേദ്യമായ മംഗളകരമായൊരു വർഷമായിട്ടാണ് ജ്യോതിഷത്തിൽ വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും ഒട്ടനവധി ഗ്രഹങ്ങളുടെ രാശിമാറ്റം നടക്കുന്ന 2026, ആ രാശിമാറ്റങ്ങളിലൂടെ ഒരുപാട് നക്ഷത്രജാതർക്ക് ഭാഗ്യത്തിൻ്റേതായിരിക്കുന്ന ഉദയവും സൗഭാഗ്യവും അനുഭവിക്കുവാൻ വിധിയായി വന്നു ചേർന്നിരിക്കുകയാണ് ഈ കാലം. 2026 വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നക്ഷത്രങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ വിവാഹത്തിന് ഏറ്റവും അനുകൂലമായിരിക്കുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. 2026 ജ്യോതിഷപ്രകാരം വിവാഹത്തിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള നക്ഷത്ര ജാതരെയും അവരുൾപ്പെടുന്ന രാശിയെയും കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. പ്രധാനമായും വ്യാഴത്തിൻ്റെ രാശിമാറ്റമാണ് വ്യക്തമാക്കുന്നത്. കാരണം ജൂൺ മാസത്തിൽ വ്യാഴം കർക്കിടക രാശിയിലേക്ക് മാറുന്നു. തീർച്ചയായിട്ടും ജൂൺ മാസം വ്യാഴം കർക്കിടക രാശിയിലേക്ക് മാറുന്നത് ചില നക്ഷത്ര ജാതർക്ക് ഭാഗ്യദായകമായിരിക്കുന്ന വിവാഹത്തിന് അനുകൂലമായ സമയമാണ്. വിവാഹം എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും പല തരത്തിലുള്ള തടസ്സങ്ങൾ ജാതകപരമായി നേരിടും എന്നുള്ളത് ഉറപ്പാണ്. പലപ്പോഴും 7ാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ വളരെയധികം തടസ്സങ്ങൾ വിവാഹത്തിനൊക്കെ നേരിടും. എന്നാൽ വ്യാഴത്തിൻ്റെ കർക്കിടകം രാശിയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ചൊവ്വാദോഷമൊക്കെ ആയി നിൽക്കുന്ന സ്ത്രീയാണെങ്കിലും അല്ലെങ്കിൽ പുരുഷനാണെങ്കിലും അനുകൂലമായ തരത്തിൽ നക്ഷത്രജാതർ എത്തിച്ചേരാനുള്ള സൗഭാഗ്യമാണ് 2026 ജാതകത്തിൽ ദോഷം നിമിത്തം വിവാഹം മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് വിവാഹം നടക്കാനുള്ള സാഹചര്യമുള്ള അനുഭവങ്ങൾ വന്നു ചേരുകയാണ് 2026. വ്യാഴം കർക്കിടകം രാശിയിലേക്ക് മാറുന്നത് മംഗല്യ യോഗവും ഭാഗ്യവും സമ്മാനിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള നക്ഷത്രജാതർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ രാശിയിൽ പിറന്ന നക്ഷത്രജാതർക്കാണ് ഈ ഭാഗ്യം നിലനിൽക്കുന്നതെന്ന് നോക്കാം. പുണർദം, കാൽ, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകം രാശി തന്നെയാണ് ആദ്യത്തേത്. 2026 ജൂൺ മുതൽ വ്യാഴം കർക്കിടകം രാശിയുടെ ഉച്ചസ്ഥായിയിലെത്തുന്നത് കാരണം ഈ രാശിക്കാർക്ക്, അല്ലെങ്കിൽ ഈ രാശിയിൽ ജനിച്ച നക്ഷത്രജാതർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന സാഹചര്യത്തിൽ വിവാഹം നടന്നു കിട്ടുമെന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. വിവാഹം നടന്നു കിട്ടുമെന്ന് മാത്രമല്ല, വളരെ അനുകൂലമായ വിവാഹങ്ങളായിരിക്കും നടക്കുന്നത്. വളരെ ചേർച്ചയുള്ള സൗഭാഗ്യദായകമായിരിക്കുന്ന ദാമ്പത്യ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന
കുടുംബ ജീവിതത്തിന് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചേർച്ച തന്നെയായിരിക്കും ഈ അവസരത്തിൽ വിവാഹം കഴിക്കുന്ന ആൾക്കാർക്കുള്ള ഭാഗ്യമെന്ന് പറയുന്നത്. കാലങ്ങളായി വിവാഹം തടസ്സപ്പെട്ടു നിൽക്കുന്ന ആ അവസ്ഥയിൽ ജീവിച്ചിരുന്ന, ദുഃഖിതരായി കഴിഞ്ഞിരുന്ന, കുടുംബം സൃഷ്ടിക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്ന വിഷമത്തോട് നിലനിന്നിരുന്ന നക്ഷത്രജാതരായിരിക്കുന്ന ആളുകൾക്ക് അവരുടെ നക്ഷത്രത്തിന് ചേരുന്ന തരത്തിൽ അവരുടെ ദോഷ വ്യവസ്ഥകൾ എന്തൊക്കെയാണോ അതിനോട് ചേരും മട്ടിലുള്ള ജാതകം തന്നെ ചേർന്ന് കിട്ടുന്നതോടുകൂടി ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രണയിച്ച് നടക്കുന്നവർക്കുള്ള വിവാഹത്തിനും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രണയ വിവാഹങ്ങൾക്കും അനുകൂലമായിരിക്കുന്ന സ്ഥിതി ഉണ്ടാകുമെന്നുള്ളതാണ് ജ്യോതിഷത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. കർക്കിടകം രാശിയിൽ പിറന്ന നക്ഷത്രജാതർക്ക് പ്രണയ സാധ്യതയും ആ പ്രണയ സാധ്യതയിൽ നിന്ന് അത് വിവാഹത്തിലേക്ക് കലാശിക്കുന്ന തരത്തിൽ എത്തിച്ചേരാനുമുള്ള അനുഗ്രഹം ഈശ്വരനിൽ നിന്നുണ്ടാകുമെന്നുള്ളതാണ് പറയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ വളരെ വലിയ മംഗല്യ ഭാഗ്യമാണ് കർക്കിടകം രാശിക്കാർക്ക് 2026 ഉണ്ടാകുന്നത്. അടുത്തത് വൃശ്ചികം രാശിയാണ്. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്കാർക്ക് വർഷത്തിൻ്റെ മധ്യത്തോടുകൂടി, അതായത് ജൂലൈ മാസത്തോടുകൂടി വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും. അനുയോജ്യയായ പങ്കാളികളെ കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു ജീവിത വ്യവസ്ഥ തന്നെയായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത്. കാലം ഇത്രയുമായി തടസ്സപ്പെട്ടു കിടന്ന വിവാഹത്തിന് വളരെ മംഗളകരമായ തരത്തിൽ യോജിപ്പുണ്ടാകുമെന്നുള്ളതാണ്. നിങ്ങളുടെ നക്ഷത്രത്തിനോട് ചേരുന്ന നക്ഷത്രഗതി തന്നെയുള്ള വിവാഹിതരെ നിങ്ങളുടെ നക്ഷത്രത്തോട് ചേർന്നു നിൽക്കുന്ന നക്ഷത്രം തന്നെ ലഭിക്കുകയും വളരെ ആനന്ദദായകമായിരിക്കുന്ന വിവാഹത്തിൽ ഏർപ്പെടാൻ കഴിയുകയും ചെയ്യുന്ന ഒരവസരമാണ് 2026 വിവാഹഭാഗ്യത്തോടു കൂടി ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിവാഹം കുടുംബത്തിൽ ശുഭകരമായിരിക്കുന്ന മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന വിവാഹം വളരെ അനുകൂലമായിരിക്കും, ഭാഗ്യദായകമായിരിക്കും. പങ്കാളികൾക്ക് രണ്ടു പേർക്കും ഭാഗ്യത്തിൻ്റേതായിരിക്കുന്ന ഏറ്റവും അനുകൂലമായ സമയങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുകയും ചെയ്യും. അടുത്തത് മിഥുന രാശിയാണ്. മകയിരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ചേരുന്ന മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് വിവാഹം തടസ്സമായി നിന്ന യുവതീ യുവാക്കൾക്ക് തീർച്ചയായിട്ടും 2026 ജൂൺ മാസത്തോടുകൂടി വിവാഹത്തിനുള്ള അനുഗ്രഹം പൂർണ്ണമാവുകയാണ്. തീർച്ചയായിട്ടും ദോഷജാതക പ്രകാരം വിവാഹം നടക്കാതിരുന്ന മിഥുന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ദോഷങ്ങൾക്ക് അനുയോജ്യമായിരിക്കുന്ന ജാതക വ്യവസ്ഥകൾ തന്നെ ലഭിക്കുകയും അതിലൂടെ സൗഭാഗ്യദായകമായിരിക്കുന്ന ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ ശുഭകരമായ കുടുംബജീവിത പശ്ചാത്തലത്തെ നിർമ്മിക്കുവാനും നിങ്ങൾക്ക് കഴിയും. അത്രത്തോളം സന്തോഷകരമായൊരു ജീവിതം തന്നെയായിരിക്കും മിഥുന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നുചേരാൻ പോകുന്നത്. വിവാഹ കാര്യത്തിലുണ്ടാകുന്ന തടസ്സം പൂർണ്ണമായും മാറും. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്ക് ആ പ്രണയം പൂർത്തീകരിക്കുവാനും പ്രണയിക്കുന്ന വ്യവസ്ഥയിൽ തന്നെ വിവാഹം കഴിക്കുവാനുമുള്ള ഭാഗ്യം മിഥുന രാശിക്കാരിൽ നിറഞ്ഞു നിൽക്കുന്നുമുണ്ട്. അപ്പോൾ പ്രണയ സാധ്യതയും പ്രണയ വിജയവും നിലനിൽക്കുന്ന വർഷം തന്നെയാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2026. അപ്പോൾ തീർച്ചയായും നന്മയുടെ നല്ല ജീവിതത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകട്ടെ. ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും മിഥുനം രാശിക്കാർക്കുണ്ടാകട്ടെ. അടുത്തത് മകം, പൂരം, ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയെ സംബന്ധിച്ചിടത്തോളം 2026 അനുകൂലമായിരിക്കുന്ന വിവാഹത്തിനുള്ള സമയം തന്നെയാണ്. 2025 വരെ വളരെ പ്രായമായി എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന യുവതീ യുവാക്കൾക്ക് വിവാഹത്തിനുള്ള പൂർണ്ണ സമയമായി 2026 വന്നു ചേർന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ദോഷകരമായ കാര്യത്തിലാണ് വിവാഹം മുടങ്ങിയതെങ്കിൽ അത് പൂർണ്ണ സന്തോഷത്തോടെ നടക്കുന്ന ഒരു വർഷമാണ് 2026. 2026 മാർച്ചിന് ശേഷം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വിവാഹ സൗഭാഗ്യത്തിനുള്ള സമയം എത്തിച്ചേരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള വിവാഹം തന്നെയായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുന്നത്. നല്ല കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കുവാൻ കഴിയുന്ന, നല്ല ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കഴിയുന്ന, വളരെ സന്തോഷത്തോടു കൂടി ഗവൺമെൻറ് ജോലിയൊക്കെ ലഭിച്ച് വളരെ ആഹ്ലാദ പുരസരം മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യവും
ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 ലഭിക്കുമെന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിവാഹഭാഗ്യമൊക്കെ മുടങ്ങിക്കിടന്നിരുന്ന യുവതി യുവാക്കൾക്ക് ആ വിവാഹഭാഗ്യത്തിൻ്റേതായിരിക്കുന്ന തടസ്സങ്ങൾ ഒഴിഞ്ഞ് വിവാഹത്തിൽ കലാശിക്കാനുള്ള എല്ലാ നല്ല സമയങ്ങളും 2026 സംജാതമാകും. തീർച്ചയായും അനുഗ്രഹവേദ്യമാകുന്ന ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അടുത്തത് മേടക്കൂറാണ്. അശ്വതി, ഭരണി, കാർത്തികകാൽ നക്ഷത്രങ്ങൾ ചേരുന്ന മേടക്കൂർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രണയപരമായിരിക്കുന്ന കാര്യങ്ങൾ വിവാഹത്തിലേക്ക് കടക്കുവാൻ അനുയോജ്യമായ സമയമാണ്. അതുപോലെ തന്നെ ദോഷകരമായ തരത്തിൽ ജാതകത്തിൻ്റേതായിരിക്കുന്ന വ്യവസ്ഥയിൽ വിവാഹം തടസ്സമായി നിന്നിരുന്ന മേട രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അതിനൊരു വലിയ മാറ്റം തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. വ്യാഴഗ്രഹത്തിൻ്റെയും ശുക്രഗ്രഹത്തിൻ്റെയും ശനിയുടെയും ചൊവ്വയുടെയും ഒക്കെ അനുഗ്രഹം വളരെ വളരെ നന്നായി ലഭിക്കുകയും ആ ഗ്രഹങ്ങളുടെ അനുഗ്രഹം വന്നു ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സൗഭാഗ്യദായകമായിരിക്കുന്ന വൈവാഹിക ജീവിതത്തിൽ പ്രവേശിക്കുവാനും നല്ല ദാമ്പത്യ ജീവിതത്തിലേക്ക് പോകുവാനും നല്ല കുടുംബ ജീവിതം വളരെ സന്തോഷത്തോട് ഏറ്റെടുക്കുവാനും കഴിയുന്നതിന് തുടക്കം കുറിക്കുന്നൊരു വർഷമാണ് 2026. അപ്പോൾ വിവാഹം നടക്കുന്നില്ല എന്ന പരാതിയും പരിഭവവുമായിരിക്കുന്ന യുവതി യുവാക്കൾക്ക് അനുയോജ്യമായിരിക്കുന്ന വിവാഹാലോചനകൾ വന്നുചേരുകയും ആ ആലോചനകളിലൂടെ വിവാഹത്തിൽ അത് കലാശിക്കുകയും വിവാഹത്തിൽ കലാശിക്കുന്നതിലൂടെ നന്മയുള്ള ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറാൻ കഴിയുകയും മേടക്കൂറുകാർക്ക് സാധിക്കും. അതുപോലെ തന്നെ വിവാഹത്തിന് അനുകൂലമായ ചില നക്ഷത്രങ്ങളെക്കുറിച്ച് കൂടി പറയേണ്ടതായിട്ടുണ്ട്. രോഹിണി, മകയിരം, മകം, ഉത്രം, അത്തം, ചോതി, അനിഴം, ഉത്രട്ടാതി, രേവതി തുടങ്ങിയ നക്ഷത്ര ജാതരായിരിക്കുന്ന ആളുകൾക്കും ചില ദോഷവശങ്ങളാൽ വിവാഹമൊക്കെ മുടങ്ങി കിടക്കുന്ന ആളുകൾ തന്നെയായിരിക്കും. ഈ നക്ഷത്ര ജാതർക്കും 2026 വിവാഹത്തിനുള്ള പൂർണ്ണ അനുഗ്രഹ നിമിഷങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, ഈശ്വരീയമായ വിശ്വാസം എപ്പോഴും മനസ്സിൽ നിറച്ച് ഉണ്ടാവണം. അപ്പോൾ ആ ദൈവികമായ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വന്നുചേരേണ്ടതായിരിക്കുന്ന ഭാഗ്യം വന്നുചേരുക തന്നെ ചെയ്യും. തീർച്ചയായും ഉന്നതമായിരിക്കുന്ന ജീവിത നിലവാരത്തിലേക്ക് കടന്നു ചെല്ലാൻ ഈ രാശിക്കാർക്കെല്ലാം കഴിയും. ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ എല്ലാ നന്മകളും ഈ രാശിക്കാർക്ക് വന്ന് ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.